Hi dears, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലേക്ക് ഇരുന്ന് ഓണമൊക്കെ നല്ല സേഫായി അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ കേട്ടോ. അപ്പോൾ കണ്ടുവയ്ക്കാലോ. അപ്പോൾ നമ്മുടെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ സാമ്പാറിലേക്കും കൂട്ടുകറിയിലേക്കും അതുപോലെ തന്നെ അവിയലിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടികൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നീളത്തിൽ കുറച്ച് കനം കുറച്ച് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ചെയ്ത് വെക്കുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കറിലുള്ള ഈസി സാമ്പാറാണ് ചെയ്യുന്നത്. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം സവാള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാർ ഡീറ്റെയിൽ വീഡിയോ നമ്മളിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ചെയ്യാം. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് അവിയലിനുള്ള കാര്യങ്ങൾ നോക്കാം. അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ കനം കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് എന്നിട്ട് അത്യാവശ്യം ഒന്ന് വേവായി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് പ്രഷർ കുക്കർ ഒരു വിസിൽ വന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാനുള്ളതുകൊണ്ടാണ്. ഇതുകൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാർ ചെറിയ തീയിലോടെ തിളക്കിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ അവയിലേക്കുള്ള തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തേങ്ങയുടെ മിക്സ് ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാകത്തിനുള്ള തൈര് നോക്കി എടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. തൈര് കൂട്ടിയിട്ട് പിന്നെ കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് സാമ്പാറൊന്ന് കടുക് വറുത്തൊഴിക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കഴുകിയിട്ട് തൊലിയോട് കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ സാമ്പാറിന്. പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, സാമ്പാർ പൊടി, കായപ്പൊടി കാര്യങ്ങളിട്ട് നല്ലോണം മിക്സാക്കി നമ്മൾ തിളച്ച് റെഡി ആയിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ച് അതും അടച്ചൊരു സൈഡിലേക്ക് വെക്കാം. ഇനി ഇത് അടച്ചു വെക്കുന്ന സമയത്ത് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലപ്പോൾ പിന്നെയും കൂടുതൽ ചൂടിലിരുന്നിട്ട് കഷ്ണങ്ങളൊക്കെ കൂടുതൽ വെന്ത് പോകും. അടുത്തത് പിന്നെ കുറച്ച് മോരുകറി റെഡിയാക്കി വെക്കുന്നുണ്ട്. മോരുകറിയുടെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മോരുകറിയൊക്കെ ശരിക്കും ആദ്യമേ ഉണ്ടാക്കി വെക്കണം. തലേദിവസം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ അതുപോലെ തന്നെ കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കൂട്ടുകറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് അതുകൂടെ മിക്സാക്കി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് എന്തായാലും ഉടനെ തന്നെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസിപ്പി കറക്റ്റ് കിട്ടില്ല. പിന്നെ ഒരുപാട് ലെങ്ത് ആവും ചെയ്യും വീഡിയോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയും കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. കടുക് വറുത്തിട്ട് അതിലേക്ക് ക്യാബേജ് കാര്യങ്ങളൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, ഇഞ്ചി, തേങ്ങ, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ക്യാബേജ് തോരനൊക്കെ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് പുളിയിഞ്ചി അതുപോലെ തന്നെ പച്ചടി കാര്യങ്ങളൊക്കെ തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഏകദേശം ലാസ്റ്റായി തുടങ്ങി. നമുക്ക് കുറച്ച് പായസം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പായസങ്ങൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കുറേ മുൻപ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്കൊക്കെ ബോക്സിലുണ്ടാവും. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു വയ്ക്കാൻ മതി. അപ്പോൾ സേമിയ പായസം റെഡിയായ സമയത്ത് അതിലേക്ക് കാഷ്യൂ കാര്യങ്ങളൊക്കെ വറുത്തിട്ട് കൊടുത്ത് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കും കാഷ്യൂ ഒക്കെ വറുത്തിടുക. പായസം എനിക്ക് കുറച്ച് അപ്പുറത്തൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതലാക്കിയതാണ്.
ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പപ്പടം കൂടെ വറുത്ത് വെച്ചാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സദ്യ വിളമ്പാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ ടേബിളിലേക്ക് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിളമ്പി തുടങ്ങാം. ആദ്യം ഇലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കായ വറുത്തത്, ശർക്കര വരട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാബേജ് തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കൂട്ടുകറി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മെഴുക്കുവരട്ടി, നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്പയറും മത്തനും ചെറിയൊരു കറി, അത് ഓലനല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിപ്പുളി ഇട്ട് കൊടുക്കുക. അച്ചാർ, മാങ്ങച്ചാറും ഉണ്ട്, അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള അവിയൽ വെച്ച് കൊടുക്കാം. പിന്നെ പഴം, പപ്പടം, ഒരിത്തിരി നെയ്യ് വേണമെങ്കിൽ അതുകൂടെ കൊടുക്കാം കേട്ടോ. ശരിക്കും ഓർഡറിലൊന്നും ആയിരിക്കില്ല കേട്ടോ, ഞാൻ വെക്കുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ രസം, മോര്, കുറച്ച് പായസം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറ് വിളമ്പാം. ചോറിൻ്റെ മേലേക്കാണ് നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മോര് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പായസം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളവും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സദ്യ പരിപാടികൾ കേട്ടോ. നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. സദ്യ നമ്മൾ എപ്പോഴും ചെയ്ത് പരിചയമുള്ള കാര്യമല്ലല്ലോ, എന്നാലും വല്ലപ്പോഴും ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇതിലൊരു എല്ലാം കൂടെയൊക്കെ നോക്കുമ്പോൾ ഒരു 18-19 ഐറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ കറികളും കൂടെയൊക്കെ ഉണ്ടാക്കുക ശരിക്കും. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഇത് തന്നെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സദ്യ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബിൻ്റെ കാര്യം കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കൽ അതുപോലെ തന്നെ ഫോട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സദ്യ കഴിക്കാനായിട്ട് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫതു ഇന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓണ സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അങ്ങനെ ഒരുങ്ങിയതാണ് കേട്ടോ. ഫതുവിന് എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട്, കാരണം വാഴയിലയിൽ ചോറ് തിന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണപരിപാടികളൊക്കെ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ ഒരു പായസം കൂടെ ഇലയിൽ തന്നെ കഴിച്ച സമയത്ത് സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും ഇലയിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടായിട്ട് ഓണൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും അപ്പോൾ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്